ഈ ഒരു നഴ്സറിന്റെ പേര് വരുന്നത് ഗ്രീൻ അഗ്രോഫാം. അടിപൊളി പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പഴത്തോട് കൂടിയിട്ടുള്ള പ്ലാന്റുകൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ സ്വന്തമാക്കാൻ സാധിക്കും കേട്ടോ. വീഡിയോ കണ്ടു വരുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മൾ കഴിയുന്നത്ര എന്തൊക്കെ ചെയ്യാൻ പറ്റുമതൊക്കെ ചെയ്തു കൊടുക്കും. ഞങ്ങളെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളിതിൽ എല്ലാവിധ പ്ലാന്റുകളും അതിൻ്റെ ഉൽപ്പാദന സ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. അത് കാരണം തന്നെ ഞങ്ങൾ മെയിനായിട്ട് റീറ്റെയിലാണ്. ഇപ്പോൾ 1, 2, 3, 4, 5, 6 ഒരു 7 മാമ്പഴം അതുമ നിൽക്കുന്നുണ്ട്. അതെ, അതിന് 2500 നമ്മൾ എന്തെങ്കിലുമൊക്കെ വരുന്ന പാർട്ടിക്ക് അതിനൊക്കെ ചെയ്ത് ഇവിടെ വന്നെടുക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ മട്ടത്തിനാണ്ട് കുറച്ച് കൊടുക്കും തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു പ്ലാന്റ് ഒക്കെ നമുക്ക് ഇപ്പോൾ എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? ഇതിനൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു 600-700 രൂപയുടെ വിലയുള്ളൂ. ചെറിയ മാവിൽ തന്നെ കണ്ടില്ലേ കായ്ച്ചിരിക്കുന്നത്, നല്ലോണം കായ പിടിക്കുന്ന, പെട്ടെന്ന് കായ്ക്കുന്ന, ഏത് കാലാവസ്ഥക്കെന്ന് പറഞ്ഞില്ലേ ഏകദേശം കായ്ക്കുന്നൊരു മാവാണ്. നമ്മളെ ഈ കാലാവസ്ഥയിലൊക്കെ ഇണങ്ങി ചേർന്ന മാവാണ്. എങ്ങനെ ഈ റേറ്റ് വരുന്നത്? ഇതിന് 400 രൂപയൊക്കെ റേറ്റ് ഉള്ളൂ. എണ്ണയിലധികം ഉയരണ്ട്. ഈ മാവിൻ്റെ വില നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വില ഇതൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നത് വെറും തുച്ഛമായ 400 രൂപക്കാണ്. റീറ്റെയിലിന്റെ കൂടെ തന്നെ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്. ഹോൾസെയിൽ അത്ഭുതപ്പെടുത്തുന്ന വില അത് നമ്മളിവിടെ പബ്ലിക് ചെയ്യൂല, കാരണം ഹോൾസെയിൽ ആണല്ലോ. റീറ്റെയിൽ പോരല്ല, ഹോൾസെയിൽ എന്ന് വരുന്ന റീറ്റെയിലിനെ നമ്മൾ മാക്സിമം റേറ്റ് ചവിട്ടി താത്തിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ പിന്നെ ഹോൾസെയിലിന്റെ കാര്യം നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയേണ്ടതില്ല. വലിയ അത്ഭുതപ്പെടുത്തുന്ന വിലയാണ് ഞങ്ങളൊക്കെ ഹോൾസെയിൽ വില. അപ്പോൾ ഈ മാവിനൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന വിലയാണ്. ഇതിപ്പോൾ നമ്മൾ വെറും 1000 രൂപ 1200 രൂപക്കൊക്കെയാണ് ഈ മാവ് കൊടുക്കുന്നത്. ഇത് നമ്മളിപ്പോൾ അപ്പുറം കണ്ട ആ മാവ് പെട്ട മാവ് തന്നെയാണ്. ഇതൊക്കെ ഒരു ഐറ്റത്തിൽ പെട്ട തന്നെ, കോട്ടൂർക്കോണെന്ന് അതിൻ്റെ പേര്. പക്ഷെ നല്ലോണം മാങ്ങ പിടിക്കും. നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന ഇഷ്ടം പോലെ കായ കണ്ടില്ലേ. ഇതിങ്ങനെ നമ്മളൊരു ഇതിലേക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് കവറിലാണ് ഇത് വെച്ചിട്ടുള്ളത്. കവറിൽ വെച്ചിട്ടാണ് ഇത്രയും കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഭൂമിയിൽ നല്ല മണ്ണിലൊക്കെ ആണെങ്കിൽ അപ്പൊ ഇത് എത്രത്തോളം കായ്ഫലം ഉണ്ടാവും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഈ മാവ് കണ്ടില്ലപ്പോ കൊലകൊലായിട്ട് നിൽക്കുന്ന ചന്ദ്രക്കാരനാട്ടോ ഈ മാവിന്റെ പേര്, ചന്ദ്രക്കാരൻ. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിക്കടുത്ത് തോടന്നൂരാണ് കേട്ടോ. ഒരു അടിപൊളി നഴ്സറിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഒരുപാട് പ്ലാന്റുകൾ, അത് കായ്ച്ചു നിൽക്കുന്ന പഴത്തോട് കൂടിയിട്ടുള്ള പ്ലാന്റുകൾ നല്ലൊരു റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സ്വന്തമാക്കാൻ സാധിക്കും കേട്ടോ. ഇന്ന് ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. അതായത് ഇവിടുത്തെ മാവിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അടുത്തൊരു പാർട്ടായിട്ട് ഇവിടുത്തെ മറ്റ് പ്ലാന്റുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് അത്രത്തോളം കാണിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് തന്നെ കാണാം. മാക്സിമം ശ്രമിക്കുക. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവുക. എൻ്റെ പേര് കുഞ്ഞോമത് ബാപ്പു. നമ്മളിപ്പോൾ ഉള്ളത് ഗ്രീൻ അഗ്രോ ഫാം രണ്ടത്താണി, തോയനൂർ ചിനക്കൽ എന്ന സ്ഥലത്താണ്. രണ്ടത്താണി തൃശ്ശൂർ കോഴിക്കോട് ഹൈവേയിൽ രണ്ടത്താണി എന്ന സ്ഥലത്തിൽ നിന്ന്, ഹൈവേയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉള്ളോട്ട് കുറുകത്താണി റോട്ടിലാണ്, കുറുകത്താണി വാര്യത്ത് റോട്ടിൽ തോയനൂർ ചിനക്കൽ ഗ്രീൻ അഗ്രോ ഫാം. ഇവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇത് ഈ ഫാം ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളമായി, 1-2 വർഷത്തിൻ്റെ അടുത്ത്. ഞങ്ങളെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളിതിൽ എല്ലാവിധ പ്ലാന്റുകളും അതിൻ്റെ ഉൽപ്പാദന സ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. അത് കാരണം തന്നെ ഞങ്ങൾ മെയിനായിട്ട് റീറ്റെയിലാണ്. റീറ്റെയിലും ഹോൾസെയിൽ ചെയ്യുന്നത് വളരെ വില കുറച്ചാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. കാരണം ഞങ്ങൾ അതിൻ്റെ ഉൽപ്പാദന സ്ഥലത്തുനിന്ന് കൽക്കട്ടയും ഹൈദരാബാദ് എന്നീ സ്ഥലത്തുനിന്ന് ദൂരെ നിന്ന് വലിയ ലോഡ് ഒന്നിച്ച് കൊണ്ടുവരുന്നത് കൊണ്ടാണ് അങ്ങനെ കൊടുക്കാൻ കഴിയുന്നത്. നമുക്കിവിടെ മനോഹരമായ മാവിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതും മാങ്ങയോട് കൂടിയിട്ടുള്ളത്. അധികം പ്ലാന്റുകളിലും മാങ്ങ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇക്കനോട് ചോദിച്ചോക്കാം, ഇക്ക നമുക്ക് ടോട്ടൽ മാവിൻ്റെ ഇപ്പോൾ എത്ര വെറൈറ്റീസ് നമ്മളവിടെ ചെയ്യുന്നുണ്ട്? ഇവിടെ വെറൈറ്റികൾ എന്ന് പറഞ്ഞാൽ 150-ലധികം വ്യത്യസ്ത മാവുകൾ ഞങ്ങളെ ഈ ഫാമിലുണ്ട്. 150-ലധികം. അത് ചെറുതും വലുതും, എന്താ പറയുക, മീഡിയം, കായ്ച്ചതും പൂട്ടതും പഴുത്തത്, അങ്ങനെ പല വലുപ്പത്തിലും ഉള്ള മാവുകളുണ്ട്. അപ്പോൾ പല വലുപ്പമാകുമ്പോൾ പല റേറ്റുകളും. അതാണ് ഇപ്പം നമ്മൾ ഈ മുന്നിൽ കണ്ടുകൊണ്ട് ഈ കായൊക്കെ ഉണ്ടല്ലേ മാങ്ങകളെ, ഈ ഇതിൻ്റെ പേര് കോട്ടൂർക്കോണം എന്നാട്ടോ. കോട്ടൂർക്കോണം എന്നായി മാവിന് വളരെ നല്ല ടേസ്റ്റി മാങ്ങയാണ്. പഴുത്ത് വരുമ്പോൾ ഉള്ളു വരെ മാമ്പഴം നല്ല ചുവന്ന കളറാണ്, നല്ല ടേസ്റ്റിയാണ്, മധുരമാണ്. അതുപോലെ വ്യത്യസ്ത ഒരുപാട് മാവുകളുണ്ട് ഞങ്ങളിതിൽ. നമ്മൾ ഓരോന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അത് വലിയൊരു, എന്താ പറയുക, ടൈമിങ് തന്നെ വേണ്ടി വരും. നമുക്ക് ഈ ഒരു കാഴ്ച നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം നല്ല കടവണ്ണും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു പ്ലാന്റിന് ഇപ്പൊ എന്താ റേറ്റ് വരിക? ഈ കായോട് കൂടി ഈ വലിയ മാവിന് ഏകദേശം 2000-2500 എന്നീ റേറ്റിലാണ് വരുന്നത്. കാരണം ഇത്രയും കായ എന്റെ ഒറ്റ നോട്ടത്തിൽ ഇപ്പൊ 1, 2, 3, 4, 5, 6 ഒരു 7 മാമ്പഴം അതുമ നിൽക്കുന്നുണ്ട്. അതെ, അതിന് 2500
2500 നമ്മൾ എന്തെങ്കിലുമൊക്കെ വരുന്ന പാർട്ടിക്ക് അതിനൊക്കെ ചെയ്ത് ഇവിടെ വന്നെടുക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ മട്ടത്തിനാണ്ട് കുറച്ച് കൊടുക്കും കൊടുക്കും തീർച്ചയായിട്ടും. ഓക്കെ. പക്ഷേ ഇവിടെ വലിയ വലിയ പ്ലാന്റുകളും ഉണ്ട് കേട്ടോ. നമ്മൾ റമ്മിലൊക്കെ സെറ്റ് ചെയ്തും അതുമാതിരി പുതിയ വീട് വെക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് വലിയ വലിയ മാവുകൾ നല്ല കായ പിടിച്ച നല്ല അടിവണ്ണൊക്കെ ഉള്ള നല്ല ഗ്രോത്ത് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അതൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ കുറച്ച് വിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമുണ്ട്. എന്നാൽ ഞങ്ങളിതിൽ കായ്ച്ച മാവിൻ്റെ തൈകൾ തന്നെ 300-350 രൂപക്കൊക്കെ ഉണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുണ്ട്, നമുക്ക് അതും കാണാം കേട്ടോ. പിന്നെ അടുത്ത നമുക്ക് കായുള്ള മാവുകൾ ആദ്യം കാണാം. ഒരുപാട് മാവുണ്ട്. അല്ല ഇവിടെയൊക്കെ തന്നെ നിറയെ ഇതിന്റെ ഉള്ളിലൂടെ കാണുന്നില്ല നിങ്ങൾ, നിറയെ കായായിട്ട്. ഈ ഒരു ഭാഗത്ത് അടിപൊളിയായിട്ട് ഇതേതാ വെറൈറ്റി? ഇതിപ്പോ ഞാൻ പരിചയപ്പെടുത്തിയ ആ മാവ് തന്നെയാണ്, കോട്ടൂർ കോണം എന്ന് പറഞ്ഞ മാവാണ്. സെയിം സാധനം തന്നെയാണ്. ഇതെല്ലാം കായ പിടിക്കുന്ന കണ്ടില്ലേ, ഇവിടേക്ക് ഇത് ഫുള്ള് ഈ മാവ് തൂങ്ങി നിൽക്കുക കാണുന്നില്ല നിങ്ങൾ. ഈ ഒരു മാവ് തന്നെ മാങ്ങ കൊണ്ട് തൂങ്ങിയിരിക്കുകയാണ്. ഇത്രയും മാങ്ങ ഇത് കണ്ടില്ലേ, ഒരു കുമ്പ് കണ്ടില്ല നിങ്ങൾ കണ്ടോ, അങ്ങനെ മാവെന്ന് പറഞ്ഞിരിക്കുക. ഈ തൈയൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ 2500-3000 രൂപക്ക് കൊടുക്കുന്ന തൈ മാവുകളാണ്. ഈ മാവിൻ്റെ പേര് കലക്ടർ എന്നാണ്. നല്ല ഭംഗിയുള്ള നല്ല മാങ്ങയാണ്, കഴിക്കാൻ ചെറിയ അണ്ടിയാ ഉള്ളിൽ ഫുള്ള് എന്താ പറയുക, മാമ്പഴം കഴിക്കാൻ പറ്റുന്ന മാങ്ങ തന്നെയാണ്. ഇത് കണ്ടില്ല നമ്മൾ ഇത്രയും ചെറിയ തൈമ കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. അത്യാവശ്യം നല്ല വലിയൊരു പ്ലാന്റും കൂടിയാണ്. അതാണ് ഈ ഒരു പ്ലാന്റ് ഒക്കെ നമുക്ക് ഇപ്പോൾ എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? ഇതിനൊക്കെ നമുക്ക് എന്താ പറയുക ഒരു 600-700 രൂപയുടെ വിലയുള്ളൂ. ആ റേറ്റ് വരുന്നുള്ളൂ. ഇതൊക്കെ നമുക്ക് ഏതാണ്ട് ഇപ്പോ ഇനി എത്ര വർഷം കൊണ്ട് കായ്ക്കണം എന്ന് ചോദിക്കുന്നില്ല. കാരണം കായ ലിസ്റ്റ് ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല, എത്രയും വലിയ മാങ്ങ തൂങ്ങുന്നത് കണ്ടില്ലേ, നല്ല മാങ്ങ. ഇത് ഇതേപോലെ നമുക്ക് അടുത്ത വർഷം കായ കിട്ടുന്ന എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാം? പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ അതിനെ എന്തായാലും നമ്മൾ നോക്കണം വെച്ചാൽ വളമ കൊടുക്കണം, മറ്റ് പരിപാലനമൊക്കെ ചെയ്യണം. അത് തീർച്ചയായിട്ടും വേണം. നമ്മൾ മക്കളെ നോക്കുന്ന പോലെ ഈ തൈകളെ നോക്കിയാൽ തന്നെ തൈകൾ കായ്ക്കും, ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഈ തൊട്ടടുത്തുള്ള ഈ മാവ് തൊട്ടടുത്തുള്ള ഈ മാവ് കലാപ്പാടി എന്നാതിനെ പറയാ, കലാപ്പാടി. ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ, ഈ മാവ് വളരെ ബുഷായിട്ട് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ കൊടുത്ത കുറേ ആളുകൾ അതിൻ്റെ എന്താ സന്തോഷം പറയുന്നത്, അത്ര ഉഷാറായിട്ടുണ്ടാവുന്ന ഒരു മാവാണ്. നമ്മുടെ വീട്ടിൻ്റെ ഒക്കെ മുറ്റത്തെ നടുവിലൊക്കെ അടിപൊളിയായി നിൽക്കല്ലേ, വളരെ ഉഷാറായിട്ട് ബുഷായിട്ടുണ്ട് വരും. പക്ഷേ ഇതിന് വേറെ തരാറുള്ളത് എന്താ വെച്ചാൽ, ഇതിൽ മാങ്ങ കണ്ടമാനം പൂക്കുമെങ്കിലും അത്ര മുഴുവൻ ഇത് പിടിക്കൂല കേട്ടോ. അത്യാവശ്യം മാവ് മൂപ്പ് വരുമ്പോഴാണ് എന്ത് വരുന്നത്, മാങ്ങ ഫുള്ളായിട്ട് പിടിക്കുള്ളൂ. ഇത് റോയൽ പെസൽ എന്ന് പറഞ്ഞൊരു മാവാണ്. സാധനം കാണാൻ തന്നെ നല്ലൊരു ഇത് ചെറിയ മരമായതുകൊണ്ട് അത് വലിയ തൈയാണെങ്കിൽ നല്ല എന്താ പറയുക അത്യാവശ്യം വലിപ്പമുള്ള. ഇത് പാകിസ്ഥാൻ ഒരു മാങ്ങയാണ്, പാകിസ്ഥാൻ്റെ ആണത്. പാകിസ്ഥാൻ വെറൈറ്റിയാണ്. നമ്മളെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ്. ഇവിടെ ഉണ്ടാവും എന്നുള്ള തെളിവാണല്ലോ ഇപ്പൊ ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത്. നമുക്ക് ഈ ഒരു പ്ലാന്റ് ഒക്കെ എത്രയ്ക്ക് കൊടുക്കാം? അപ്പൊ ഇതിനൊക്കെ റേറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ 600-700 രൂപന്റെ. നമ്മൾ കണ്ട 3 പ്ലാന്റുകളും ഏതാണ്ട് ആ ഒരു റേഞ്ച് അതാണ്, അതൊക്കെ ആ വലുപ്പത്തിലുള്ള ഈ റേഞ്ചാണ്. ഇനി ഇതേ സാധനം തന്നെ ഇതിലും കുറഞ്ഞുണ്ട്, 250-300 രൂപ ഉണ്ട് ചെറുത്. അങ്ങനെ ചെറുത് വാങ്ങണം എന്നുള്ളവർക്ക് അപ്പോൾ കായ്ഫലം കിട്ടാൻ കുറച്ച് വഴുകുന്നു മാത്രം, അത്രേ ഉള്ളൂ. ഇത് സുവർണരേഖ എന്നായി മാവിന്റെ പേര്. നമ്മളൊരു നല്ലൊരു സുന്ദരനാണല്ലോ. അല്ലേ, മാങ്ങയിലെ സുന്ദരൻ എന്ന് പറയുന്ന മാവാണ് സുവർണരേഖ. വളരെ ടേസ്റ്റിയാണ്, അത്യാവശ്യം നല്ല കായ പിടിക്കുന്നൊരു മാവുമാണ്. ഇതിൻ്റെ വലിയ പ്ലാന്റ് ഉണ്ട്, അവിടെ ഒരുപാട് മാങ്ങകൾ കാഴ്ച നിൽക്കുന്ന വലിയ പ്ലാന്റ് ഉണ്ട് ഞങ്ങളതിന്. അതും നമ്മളെടുത്ത് കൊടുക്കാം. അതുണ്ട്. ഈ ഒരു സൈസിനൊക്കെ എത്ര വരുന്നത്? ഇതിന് നമ്മളിപ്പോൾ വരുന്നത് ഒരു 1000 രൂപന്റെ റേഞ്ച്, ആ റേഞ്ചിൽ വരുള്ളൂ. അതായത് 2-3 മാങ്ങകളുള്ള മാങ്ങയോട് കൂടിയിട്ടുള്ള വലിയ പ്ലാന്റ്. ഇത് കണ്ടില്ല, എന്നിലധികം ഉയരത്തിലുണ്ടല്ലോ, കണ്ടില്ല, അതിൻ്റെ ഒരാളതിലധികം ഉയരമുള്ള ഈ പ്ലാന്റുകൾ. ഇതിനൊക്കെ മാങ്ങ ഉണ്ടല്ലോ കാഴ്ച നിൽക്കുന്നില്ല നിങ്ങൾ കാണും. എൻ്റെ ഒരാളെ ഉയരമുള്ള മാവാണിത്. ഈ മാവൊക്കെ നമ്മളിതിപ്പോൾ 1-2 മാവ് കണ്ട് ഇതൊക്കെ നമ്മൾ 900-1000 രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത്. ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, അതുണ്ടാവും. ഈ മാവിൻ്റെ പേര് കുറ്റ്യാട്ടൂർ നമ്പ്യാർവട്ടം എന്നും പറയും, അല്ലെ 2 പേരിൽ ഇത് പറയും. ഇത് പോലെ തന്നെ നല്ല എന്താ പറയുക, ഈ ചെറിയ മാവിൽ തന്നെ കണ്ടില്ലേ കായ്ച്ചിരിക്കുന്നത്, നല്ലോണം കായ പിടിക്കുന്ന, പെട്ടെന്ന് കായ്ക്കുന്ന, ഏത് കാലാവസ്ഥക്കെന്ന് പറഞ്ഞില്ലേ ഏകദേശം കായ്ക്കുന്നൊരു മാവാണ്. നമ്മളെ ഈ കാലാവസ്ഥയിലൊക്കെ ഇണങ്ങിച്ചേർന്ന മാവാണ്. ഇതിന് 400 രൂപയൊക്കെ റേറ്റേ ഉള്ളൂ. ആ റേറ്റിന് ഇതേപോലെ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ, കായ്ച്ചതും കായ്ക്കാത്തതും ഇതിലേറെ നല്ല തൈകളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഏകദേശം ഈ റേറ്റ് തന്നെ വരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരുപാട് മാവുകളാണ്, ഒരുപാട് വെറൈറ്റികളാണ്. 150-ലധികം മാവിൻ്റെ വെറൈറ്റികൾ ഞങ്ങളെ ഫാമിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് കണ്ടില്ലേ, ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ മാവാണ്. എന്ന് വെച്ചാൽ കാണാൻ ഇതിൻ്റെ ലീഫ് തന്നെ നമുക്ക് മറ്റുള്ള ചെടികളെ കൂടുതലൊക്കെ വെക്കാൻ പറ്റിയൊരു മാവാണിത്. ഇതിൻ്റെ ലീഫ് കണ്ടില്ല നിങ്ങൾ വരുന്നതിന് ബ്ലാക്ക് കറുത്തൊരു കളറിലാണ്. ഇതിൻ്റെ 2 പേരിലുള്ളത് ഇവിടെ ഉണ്ട്. ഇതിന് എന്താ പറയുക ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയും മാവിന്. ഇതിൻ്റെ മാങ്ങയും കറുത്ത
ഒരു മാങ്ങയാണെന്നൊക്കെ കേൾക്കുന്നത്. നമുക്കിതിൻ്റെ റിസൾട്ട് അറിയില്ല, ഞങ്ങൾക്കിവിടെ കായ്ച്ചിട്ടൊന്നുമില്ല. ഇത് കേട്ട വിവരം അല്ലെങ്കിൽ നെറ്റിൽ അടിക്കുമ്പോഴൊക്കെ കാണുന്നത് ഇങ്ങനെയാണ്. ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ പേരതാണ്. കറുത്ത വലിയ മാങ്ങയാണ്, ഇതിൽ നമ്മൾ നെറ്റിലടിച്ചാൽ കിട്ടും. പിന്നെ അതുപോലെ ഇങ്ങോട്ട് കണ്ടില്ലേ, ഇതിപ്പോൾ റോയൽ സ്പെഷ്യൽ എന്ന് പറയുന്ന മാവാണ്. ഇങ്ങനെ ഓരോ ഇതൊക്കെ കായയും ഇതിപ്പോൾ പൂവിട്ട് നിൽക്കുന്നുണ്ടല്ലേ, അതിൻ്റെ തൊട്ടടുത്ത കായ ഇതിമത കായ കൊലായിട്ട് നിൽക്കുന്നത് കണ്ടോ. ഇത് ഇങ്ങനെ എല്ലാ തൈകളും ഉണ്ട്. ഇതൊക്കെ ചെറിയ വിലയേ ഉള്ളൂ. അതുപോലെ ഇങ്ങനെ ഇവിടുന്ന് ഇതൊക്കെ ഓരോന്നും വ്യത്യസ്ത ഇതിലൊക്കെ നമ്മൾ ബോർഡ് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഓരോന്നിൻ്റെയും പേരുകൾ, ഓരോന്നിൻ്റെയും പേര് വ്യത്യസ്ത പേരുകളാണ്. ഇത് കാട്ടിമൂൺ എന്ന് പറഞ്ഞ മാവാണ്. കാട്ടിമൂൺ ഏതാണ്ട് 180 കൂടുതലുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും പേരും കാര്യങ്ങളൊക്കെ ഇതാ നമുക്ക് ഇവിടെ തൊട്ട് താഴെ കാണാൻ സാധിക്കും. നമ്മൾ കാണുന്നില്ല ഇത്രയും വലിയ ഈ തൈ പൂട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ഇതേപോലെ ഉള്ളിലൊക്കെ മാങ്ങയുള്ള ആ പ്ലാന്റ് ഒന്ന് സെന്റർ നമുക്ക് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുക്കാം. കാരണം കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിന്റെ സൈസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ മാവ് ഇപ്പോൾ കണ്ടില്ല ഞങ്ങളെ ഒരു എത്ര എണ്ണയിലധികം ഉയരമുണ്ട്. ഈ മാവിൻ്റെ വില നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വില. ഇതൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നത് വെറും തുച്ഛമായ 400 രൂപക്കാണ്. ഈ പൂവിട്ടിക്കണ ഇത്രയും വലിയ പ്ലാന്റ്. അതെ, ഇതിൽ ഏത് വേണമെങ്കിലും അവർക്ക് തിരഞ്ഞെടുക്കും. ഇപ്പം കണ്ടില്ല, ഇതിമതാ കായ ഇതാ കാണുന്നു, പൂവ് ഇതാ കാണുന്നു. ഈ തൈയിൻ്റെ വലിപ്പം കണ്ടില്ല നിങ്ങൾ. ഇത്രയും വലിയ നല്ലൊരു പ്ലാന്റ് കൊടുക്കുന്നത് ഞങ്ങൾ വെറും 400 രൂപയ്ക്ക്. 400 രൂപ. അത്യാവശ്യം നല്ല പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ മനസ്സിലാവും നല്ല പ്ലാന്റിൻ്റെ ക്വാണ്ടിറ്റി നമുക്കിവിടെ ഇവരിവിടെ ശേഖരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ മാവിൻ്റെ തന്നെ വലിയൊരു ശേഖരം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ 150-ലധികം വെറൈറ്റി മാവുകൾ. ഇനി ഇങ്ങനെ കാണിച്ചോളൂ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കാണുന്ന ഓരോരോ പേരും വ്യത്യസ്ത പേരുകളാണ്. അതേപോലെ തൈകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ മാവുമ്മലും കായയും പൂവും ഒക്കെ ഉള്ളതാണ്. ഇപ്പം മാങ്ങൻ്റെ ഒരു സീസണും കൂടിയാണ്, അതുകൊണ്ട് അധികം വരത്തും. ഇപ്പോൾ ഇവിടെ ചെറിയ ചെറിയ മാവുകൾ കാണാം, നല്ലോണം കായുള്ള മാവുകൾ. ഇത് നമ്മൾ ഒരു വെറൈറ്റി തന്നെ ഇഷ്ടം പോലെ ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു വെറൈറ്റിന്റെ തന്നെ 1-2 അല്ല, നൂറ്റുകണക്കിന് തൈകളാണ്. ക്വാണ്ടിറ്റി തൈകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഞങ്ങളിത് ഹോൾസെയിൽ മാർക്കറ്റാണ്, ഹോൾസെയിലും ഉണ്ട്. റീറ്റെയിലിന്റെ കൂടെ തന്നെ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്. ഹോൾസെയിൽ നിന്ന് അത്ഭുതപ്പെടുത്തുന്ന വില അത് നമ്മളിവിടെ പബ്ലിക് ചെയ്യൂല, കാരണം ഹോൾസെയിൽ ആണല്ലോ. റീറ്റെയിൽ പോരല്ല, ഹോൾസെയിൽ എന്ന് വരുന്ന റീറ്റെയിൽ തന്നെ നമ്മൾ മാക്സിമം റേറ്റ് ചവിട്ടി താത്തിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ പിന്നെ ഹോൾസെയിലിന്റെ കാര്യം നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയേണ്ടതില്ല. വലിയ അത്ഭുതപ്പെടുത്തുന്ന വിലയാണ് ഞങ്ങളൊക്കെ ഹോൾസെയിൽ വില. പക്ഷേ 1-2 തൈകൾ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ തരാൻ കഴിയില്ല. ഹോൾസെയിൽ ആയിട്ട് വേണം. ഇപ്പം നമ്മൾ കാണിക്കുന്ന ഇത് നീലനാണ്, നീലൻ മാവാണ്. നീലൻ മാങ്ങ അല്ലേ, വളരെ ടേസ്റ്റിയുള്ള മാവ്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ടത് നീലൻ മാങ്ങ എന്ന് പറഞ്ഞ മാങ്ങയാണ്. ഇതിനെ മണ്ടി വളരെ ചെറുത്, നല്ല ടേസ്റ്റി, നല്ല മധുരം ഒക്കെ ഉള്ള. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ ടൈമിൽ തന്നെ ഇപ്പോൾ ഇതിമ്പോൾ കായ ഇത് ഏകദേശം മൂപ്പാവാനേ തുടങ്ങി. ഇത് മാവ് ഇങ്ങനെ ആയതുകൊണ്ട് കേട്ടോ, ഇത് വലിയ മാങ്ങ ആവുന്നതാണ്. പിന്നെ അതുപോലെ ഇതിമ്പോൾ ഇപ്പോൾ ഫ്ലവർ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ, ചെറിയ മാങ്ങ. ഇതിമ്പോൾ ചെറിയ കണ്ണിമാങ്ങ എന്ന് പറഞ്ഞ മാങ്ങ ഉണ്ട്. ഒരേ മാവുമ്മലാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഫ്ലവർ ചെയ്തിട്ടുണ്ട്, കണ്ണിമാങ്ങ ഉണ്ട്, വലിയ മാങ്ങ ഉണ്ട്. ഇപ്പൊ ഈ ഒരു കവർ സൈസിൽ വരുന്ന, അതായത് ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇപ്പൊ എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇത് വലിയ ടൈപ്പ് അല്ലേ, ഇത് നിങ്ങൾ ചെറുതല്ല. എത്രയും വലുപ്പമാവണമെങ്കിൽ എത്ര വേണം? ഇതിന് നമ്മൾ 6000 രൂപയാണ് വാങ്ങുന്നത്. ഓക്കെ, 6000 രൂപ വില ഉണ്ട്. ഇവിടെ വന്നെടുക്കണവർക്ക് നമുക്ക് 6000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്ക് അതേപോലെ തന്നെ ഇത് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ? എത്തിച്ചാൽ എന്തായാലും അതിൻ്റെ ഡെലിവറി ചാർജ് നമുക്ക് വേണം. ഇതൊക്കെ പറഞ്ഞാൽ ഒരു ഓട്ടോയിൽ അല്ലെങ്കിൽ ഒരു ആപ്പ വണ്ടിയിൽ ഇത് മാത്രമേ പോവുള്ളൂ. ഇത് ഇറക്കാനും കയറ്റാനും ഒക്കെ നല്ലൊരു എന്താ പറയുക കൂലിച്ചെലവ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്നും വാങ്ങിച്ചാൻ പറ്റില്ല. അത് പാർട്ടി അത് എന്ത് ചെയ്യണം, പാർട്ടി വഹിക്കണം. നമുക്ക് ഇവിടുന്ന് 6000 രൂപയ്ക്ക് നമുക്ക് ഇവിടുന്ന് സാധനം കൊടുക്കും. യാത്ര വണ്ടിൻ്റെ ചിലവ് ഡെലിവറി ചാർജ് പാർട്ടി കൊടുക്കണം. പിന്നെ നമ്മളിത് ഒന്നിച്ച് വെച്ച് കൊടുക്കാനും അതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ പാടെ നമ്മൾ കരാറെടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഗാർഡൻ വർക്ക് നമ്മൾ ഒന്നിച്ചെടുക്കുന്നു. അതിൻ്റെ എല്ലാ ലാൻഡ്സ്കേപ്പിങ്ങും ഞങ്ങളിതിലുണ്ട്. ഒരു പുതിയ വീടിൻ്റെ ലാൻഡ്സ്കേപ്പും അതുമാതിരി എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് മൊത്തം ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്. അതിനുള്ള ജോലിക്കാരും അതിനുള്ള എൻജിനീയറും ഒക്കെ ഞങ്ങളെ കൂടെ ഉണ്ട്, ഞങ്ങളെ ഫാമിൻ്റെ കീഴിലുണ്ട്. നീലം മുമ്പ് കാണിച്ച പോലെ തന്നെ അതേ വലുപ്പത്തിൽ അതേ ടൈറ്റിൽ അതേ സൈസിലൊരു മാവ് കേട്ടോ. ഇത് വലിയ വലിയ മാങ്ങ കേട്ടോ. ഇപ്പോൾ ഇതിമേലെ ഒരു മാങ്ങ അല്ല ഇപ്പോൾ ഇതിപ്പോൾ നമുക്കൊരു 1/2 കിലോയിലധികം തൂക്കം വരുന്ന മാങ്ങയാണ്. ഇത് ഇനിയും കുറേ വലുതാവാണ്ട്. ഇത് നമ്മളിങ്ങനെ കെട്ടി വെച്ചതായി തൂങ്ങിയിട്ട്. ഇതിമേലും തന്നെ ആ മേൽ പറഞ്ഞ പോലെ 2-3 വലുപ്പത്തിൽ. ഇപ്പോൾ ഈ ഒരു മാവുമ്പോൾ തന്നെ കണ്ടോളൂ, അവിടെ വലിയ മാങ്ങ, ഇവിടെ അതിലും ഇതിങ്ങനെ ഒരു കളർ വ്യത്യാസം വന്നാൽ കേട്ടോ. ഇത് എന്തോ കറ വലിച്ച് ഇവിടെയൊക്കെ ഉണ്ട്, കണ്ട ചെറിയ മാങ്ങ അതൊക്കെ കണ്ടില്ലേ നിങ്ങൾ. ഇതിപ്പോൾ ചെറിയ മാങ്ങ ഉണ്ട്, വലിയ മാങ്ങ ഉണ്ട്. ഇതൊക്കെ ഒരേ മാവ് തന്നെയാണ് ഇതൊക്കെ കാണുന്നത്. ഇതിൽ തന്നെ വളരെ ടേസ്റ്റബിൾ ആയിട്ടുള്ളൊരു മാവാണ്. നല്ല എന്താ പറയുക
കഴിക്കാൻ ചെറിയ അണ്ടിയാണ് ഉള്ളത്, വലിയ മാങ്ങയാണ്. നമ്മൾ നേരത്തെ കണ്ട സെയിം റേറ്റ് തന്നെയാണോ? അതിനൊക്കെ ആ റേറ്റാണ് അത് വരുന്നത്. ഈ ഒരു സൈസിലൊക്കെ ആ റേറ്റ് തന്നെ വരും. ആ റേറ്റ് തന്നെ വരും ഈ വെള്ള ഈ ഇതിനുള്ള. പിന്നെ അതിൻ്റെ കീസിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കണ്ടില്ലപ്പോൾ ഇതിൻ്റെ നേരെ പകുതിയിൽ അധികം കുറയും മാവിനൊക്കെ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ ചിന്ന രസാലു, പെരു രസാലു അതൊക്കെ പേരിലുള്ള മാവാണ്. ഇതിന് തന്നെ വലിയ വലിയ മാങ്ങകളാണ്. ഇതിനൊക്കെ നമുക്ക് വരുന്നത് 2000, 2200 രൂപ വിലത്തിക്കാൻ കൊടുക്കണം. ആ റേറ്റ് നമുക്ക് ഈ ഒരു പ്ലാന്റ് കൊടുക്കാം. അപ്പോൾ ഈ മാവിനൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന വിലയാണ്. ഇതിപ്പോൾ നമ്മൾ വെറും 1000 രൂപ, 1200 രൂപക്കൊക്കെയാണ് ഈ മാവ് കൊടുക്കുന്നത്. ഈ കാഴ്ച നിൽക്കുന്ന ഇത്രയും ഈ വലിയ പ്ലാന്റ്, ഇത്രയും വലിയ പ്ലാന്റുകൾ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് 1200 രൂപ വിലക്കാണ്. ഓക്കെ, നമ്മുടെ ഇതിൻ്റെ ബഡല്ലേ വരുന്നത്? അതെ, ബഡൊക്കെ ഏത് ഭാഗത്താ? അടിഭാഗത്ത് തന്നെയാണോ? അതെ അതെ, അതാണ് അടിഭാഗത്ത് തന്നെയാണ്. കാരണം ചിലവർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവും. ഇല്ല, ഇപ്പൊ ഈ വണ്ണം കൂടിയ ഭാഗത ഇതിന്റെ മുകൾ ഇവിടെയാണ് ഇപ്പൊ ഇതിന്റെ ബെഡ് വന്നിട്ടുള്ളത്. ബെഡ് വന്നിട്ടുള്ളത് ഈ വണ്ണം കൂടിയത് ഇതിന്റെ മദർ ആണ്. അയിമന്ന് ബെഡ് വന്നതാണ് ഈ കാണുന്ന സാധനം. ഓക്കെ, കാരണം ചിലവർ ചോദിക്കുന്ന ചോദ്യമാണ്, സംഭവം മുകൾ ഭാഗത്താണോ ബഡ് ചെയ്തിട്ടുള്ള, അങ്ങനെ ഒരു സംശയം ഉണ്ടാവും. അത് 2-3 ഗ്രാഫ്റ്റ് ഹെഡിങ്ങും അങ്ങനെ എന്തോ 2-3 പേരിൽ പറയുന്നതുണ്ട്. മുകളിൽ ചെയ്യുന്നതും അടിയിൽ നിന്ന് ചെയ്യുന്നതും ഒക്കെ ഉണ്ടല്ലോ, അതിൽപ്പെട്ട ഒരു ടൈപ്പാണിത്. ഈ മാവ് കോട്ടൂർക്കാണാണ് നമ്മൾ ഇരുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇതേമാതിരി കണ്ടില്ലേ, ഒരുപാട് നല്ല കായ പിടിക്കുന്നൊരു മാവാണ്. ഇതിപ്പോൾ ഈ പ്ലാന്റ് ഇതൊക്കെ കണ്ടില്ലേ, ഈ പ്ലാന്റിൻ്റെ ഇവിടെ നിന്ന് വന്ന ചെറിയ അടിയിലെ കൊമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതേമാതിരി ഇതിപ്പോൾ കുറേ മാങ്ങുണ്ട് മുകൾ ഭാഗത്ത്. ഇതിമ്പോൾ കുറേ മാങ്ങുണ്ട്. ഇവിടെ കണ്ടോളിങ്ങൾ, ഇതൊക്കെ ഈ മാവ് പെട്ടാണ്, കണ്ടില്ലേ? ഈ ഒരു ഭാഗത്തൊക്കെ ഈ മാവ് ഇങ്ങനെ ചെരിഞ്ഞ് നിന്നാൽ അത് കണ്ടില്ലേ, ഇതൊക്കെ ഇതിമുള്ളതാണ്. ഈ മാവ് നമ്മൾ കൊടുക്കുന്ന വില 3500 രൂപയാണ്. 3500 രൂപയ്ക്ക് നമുക്ക് ഇത്രയും മാങ്ങുള്ള മാവ് സ്വന്തമാക്കല്ലേ? അത് ആക്കാം. ഓക്കെ, തൊട്ടു ബാക്കിൽ ഇതേപോലെ ഒട്ടും മോശമില്ലാത്ത രീതിയിൽ തന്നെ മാങ്ങ നിൽക്കുന്ന ഒരു ഇതൊക്കെ ആ സൈസ് പെട്ടതിനാണ്, ആ റേറ്റിലും പെട്ടതാണ്. ഇത് ഈ മാവ് കഴിഞ്ഞ വർഷം നമുക്ക് ഒരു 40 മാങ്ങയിലധികം മാങ്ങ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന് കുറച്ച് വില കൊടുത്തു. കണ്ടല്ലോ, വലിയ പ്ലാന്റ് ആണ്, അത്യാവശ്യം നല്ല വലുപ്പം. ഇതിന് നമ്മൾക്ക് ഒരു 5500, 6000 രൂപ വില വരും. ഇതിൻ്റെ ഒരു 3000 രൂപ, 2500, 3000 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇങ്ങനെ ഓരോന്ന് വലുപ്പത്തിനനുസരിച്ചും ഇതിനൊക്കെ അനുസരിച്ചുള്ള റേറ്റുകളാണ്. എന്തായാലും കസ്റ്റമറിന് ഒരിക്കലും മോശമില്ലാത്ത നല്ല ഒരു എന്താ പറയുക റേറ്റ്, നഷ്ടം വരില്ല. ഞങ്ങൾ അവിടുന്ന് കൊണ്ടുപോയി അങ്ങനെ പെട്ടു അല്ലെങ്കിൽ അത് അങ്ങനെ ആയി എന്ന് പറയുന്നൊരു സിസ്റ്റേ ഞങ്ങളെ നഴ്സറിയിലില്ല. ഇത് നമ്മളിപ്പോൾ അപ്പുറം കണ്ട ആ മാവപ്പെട്ട മാവനെയാണ്. ഇതൊക്കെ ഒരു ഐറ്റത്തിൽ പെട്ട തന്നെ, കോട്ടൂർക്കോണെന്ന് അതിൻ്റെ പേര്. പക്ഷെ ഇത് നല്ലോ മാങ്ങ പിടിക്കും. നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന ഇഷ്ടം പോലെ കായ കണ്ടില്ലേ. ഇതിങ്ങനെ നമ്മളൊരു ഏറ്റവും അത്ഭുതം തോന്നിയത് കവറിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അതെ, കവറിൽ വെച്ചിട്ടാണ് ഇത്രയും കിട്ടിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഭൂമിയിൽ നല്ല മണ്ണിലൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇത് എത്രത്തോളം കായ്ഫലം ഉണ്ടാവും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അത്യാവശ്യം വെയിൽ വേണം. ഇവിടെ ഇതിൻ്റെയൊക്കെ കായൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെയിൽ കിട്ടുന്നുണ്ട്. മാവിനെ സംബന്ധിച്ച് 90% അല്ലെങ്കിൽ മിനിമം 80% വെയിൽ കിട്ടണം. അപ്പോഴാണ് തന്നെ അതിൻ്റെ കായഫലങ്ങളും ഇങ്ങനെയൊക്കെ കാണാൻ. ഇതിനനുസരിച്ച് നമ്മൾ വളമയും ഇതിൻ്റെ മറ്റുള്ള ട്രീറ്റ്മെൻറ്റും ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ കായ ഉണ്ടാവും. പക്ഷേ മെയിൻ ഇത് തന്നെ, വെയിൽ വേണം. വെയിലുള്ളതോടത്താണ് ഇങ്ങനെ കായ്ക്കുള്ളൂ. ഓക്കെ, ഞാൻ ഈ മാവിൻ്റെ ജസ്റ്റ് ഒന്ന് അടിവണ്ണം നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. കണ്ടോ, ഈ നിൽക്കുന്നതാണ് ഇതിൻ്റെ അടിവണ്ണം വരുന്നത്. ഇതിപ്പോൾ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? ഇത് നമ്മൾ ഇവിടെ പറയുന്നത് നമ്മളൊരു 3500 ഒക്കെ ആണെങ്കിൽ 3000 രൂപയ്ക്ക് നമുക്ക് ഇവിടെ വരുന്ന ഒരാൾക്ക് കൊടുക്കും. അതായത് നമ്മളെ വീഡിയോ കണ്ടുവരുന്ന ഒരാൾക്കാണെങ്കിൽ 3000 രൂപയ്ക്ക് കൊടുക്കാം. തീർച്ചയായിട്ടും. ഇനി നമ്മളെ കൊണ്ട് എന്തെല്ലാം ഇതിന് ചെയ്ത് കൊടുക്കാൻ പറ്റും അത്രത്തോളമൊക്കെ നമ്മൾ ഇതിന് ചെയ്ത് കൊടുക്കും, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഈ മാവ് കണ്ടില്ലപ്പോൾ കൊലകൊലായിട്ട് നിൽക്കുന്ന ചന്ദ്രക്കാരനാട്ടോ ഈ മാവിൻ്റെ പേര്, ചന്ദ്രക്കാരൻ. പക്ഷേ ഇത് ഒരേ വ്യത്യസ്ത പ്ലാന്റുകൾ ഒരേമാതിരി കണ്ടില്ല, നല്ല നല്ല ബുഷുള്ള തൈകൾ, നല്ല ലീഫിന്റെ കാര്യത്തിൽ മാത്രം ചെറിയ വേരിയേഷൻസ് വരുന്ന തൈകളല്ല. അതാണ് എല്ലാം വ്യത്യസ്ത പേരുകളാട്ടോ, ചന്ദ്രക്കാരൻ. ഇതൊക്കെ ഈ വ്യത്യസ്ത പേരാണെങ്കിലും റേറ്റ് നമുക്ക് സെയിം ആണ്. ഇതൊക്കെ നമ്മൾ ഏകദേശം ഒരു 3000 രൂപ റേഞ്ചിലാണ് ഈ തൈകളൊക്കെ നമ്മൾ ഇത്രയും മാങ്ങകളെ കൊലകുത്തി നിൽക്കണം മാങ്ങകൾ. ഈ ഒരു പ്ലാന്റ് നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എത്രയ്ക്ക് കൊടുക്കാം? 3000 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അഡ്ജസ്റ്റബിൾ ചെയ്യൂല എന്ന് പറയണില്ല. അത്രയും വന്നിട്ട് വരുന്ന ഒരാൾക്ക് നമ്മൾ നിസ്സാര ആയിട്ട് കാണൂല. വരുന്നവരെന്തായാലും സന്തോഷിപ്പിക്കും. നമ്മളെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ നമ്മളെ കഴിയുന്നത്ര എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു കൊടുക്കും.